ഈ കഥയിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രം. ആലിയയുടെ ഉള്ളിലെ പക ജ്വലിച്ചു നിന്നു. മീഡിയക്കാർക്ക് മുന്നിൽ ദീപക് തന്നെ ഇത്രമാത്രം അപമാനിച്ചത് അവൾക്ക് സഹിക്കാനായില്ല. ദീപക് തൻ്റെ സ്വന്തം സഹോദരനാണെന്ന് ബോധ്യമുണ്ടായിട്ടും തൻ്റെ വാദങ്ങൾ തകർക്കാൻ അവൻ തന്നെ മോശക്കാരിയാക്കിയത് കണ്ടപ്പോൾ ആലിയയുടെ നിയന്ത്രണം വിട്ടു. നീ എന്നെ ലോകത്തിന് മുന്നിൽ നാണം കെടുത്തിയല്ലേ ദീപക്? എന്നാൽ ഇനി നീ ഈ ലോകത്തെ ഉണ്ടാവില്ല. ആലിയ ഒരു മത്സ്യത്തെ പോലെ ചീറ്റിക്കൊണ്ട് ദീപക്കിന് നേരെ പാഞ്ഞെടുത്തു. തൻ്റെ ശക്തികൾ ഉപയോഗിച്ച് അവനെ ഇല്ലാതാക്കാൻ അവൾ ആഞ്ഞു. എന്നാൽ ആ നിമിഷം തന്നെ വൃന്ദ തൻ്റെ മത്സ്യരൂപത്തിലേക്ക് മാറി. മത്സ്യകന്യകയായി മാറിയ വൃന്ദ ആലിയയുടെയും ദീപകിൻ്റെയും ഇടയിൽ ഒരു വൻമതിൽ പോലെ നിലയുറപ്പിച്ചു. അവനെ തുടരുതെന്ന് ഞാൻ നിന്നോട് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് ആലിയ. നമ്മുടെ രക്തബന്ധത്തെക്കാൾ എനിക്ക് പ്രിയപ്പെട്ടതാണ് അവൻ്റെ ജീവൻ. വൃന്ദയുടെ ശബ്ദം കടലിന്റെ ഗർജനം പോലെ മുഴങ്ങി. തൻ്റെ മുന്നിൽ രണ്ട് അത്ഭുത ജീവികൾ പോരാടുന്നത് കണ്ട് ദീപക് സ്തംഭിച്ചു നിന്നുപോയി. ഇത്രയും കാലം താൻ കഥകളിൽ മാത്രം കേട്ടിരുന്ന മത്സ്യകന്യകമാർ തൻ്റെ കൺമുന്നിലുണ്ടെന്ന് അവൻ ആ നിമിഷം പൂർണ്ണമായും വിശ്വസിച്ചു. ആലിയ രോഷത്തോടെ വൃന്ദയെ ആക്രമിച്ചു. നീ എന്നെ തടയേണ്ട വൃന്ദ. ഇവൻ നമ്മുടെ ശത്രുവായ നന്ദന്റെ മകനാണ്. പക്ഷെ അവൻ എൻ്റെ ഭർത്താവാണ്. അവനെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല. വൃന്ദ തൻ്റെ വാലുകൊണ്ട് ആലിയയെ പിന്നിലേക്ക് തള്ളി. ദീപക് അവിടെ നിന്നും ഓടി അവൻ്റെ മുറിയിലേക്ക് കയറി വാതിലടച്ചു. വൃന്ദയും ആലിയയും ദീപക് പോയതറിഞ്ഞ് മനുഷ്യരൂപത്തിലേക്ക് വന്നു. എന്റെ ഭർത്താവിന്റെ ജീവൻ എടുക്കാൻ നോക്കിയ നിനക്ക് ഇനി എന്റെ ഭാഗത്തു നിന്ന് മാപ്പില്ല. നീ നിന്റെ പരിധി ലംഘിച്ചിരിക്കുന്നു ആലിയ. മാപ്പോ? നിന്റെ മാപ്പ് ആർക്ക് വേണം? കടൽക്കരയിൽ വെച്ച് ആ നക്ഷത്രമഴ പെയ്ത രാത്രിയിൽ നിനക്കല്ലേ എല്ലാവരും മത്സ്യരാജകുമാരി പട്ടം നൽകി വാഴ്ത്തിപ്പാടിയത്? മാതുലിക അമ്മയുടെ മകളായിട്ടും എനിക്കാണ് ആ അധികാരം കിട്ടേണ്ടിയിരുന്നത്. പ്രതികാരത്തിനായി ഇത്രയും വർഷം അമ്മയുടെ കൂടെ നിന്നതും ഞാനാണ്. നീ ഇന്നലെയോ മെനിഞ്ഞാന്നോ വലിഞ്ഞു കയറി വന്നവളാണ്. പക്ഷെ അവരെല്ലാം നിന്നെ മാത്രമെന്ന് ആരാധിച്ചു. അതിന്റെ കണക്ക് ഇന്ന് ഞാൻ തീർക്കും. വൃന്ദ ആലിയയെ അബാധ ചൂടം ഒന്ന് നോക്കി. അവളുടെ ചുണ്ടിൽ ഒരു നിഗൂഢമായ ചിരി വിരിഞ്ഞു. ദേഷ്യം കയറി നിന്ന വൃന്ദ ആലിയയോടായി പറഞ്ഞു, സത്യത്തിൽ നീ ആരുടെ ചോരയാണെന്ന് ഒന്ന് സ്വന്തമായി ചിന്തിച്ചു നോക്കുന്നത് നന്നായിരിക്കും. വൃന്ദയുടെ ആ വാക്കുകൾ ആലിയയുടെ ഉള്ളിൽ ഒരു വെള്ളടി പോലെ തറച്ചു. നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ പോയി ചോദിക്ക് അമ്മയോട്. വൃന്ദ ദേഷ്യത്തോടെ തൻ്റെ വാലുകൊണ്ട് വെള്ളത്തിൽ ആഞ്ഞടിച്ചുകൊണ്ട് അവിടെ നിന്ന് മറഞ്ഞു. വൃന്ദ പറഞ്ഞ വാക്കുകൾ ആലിയയുടെ മനസ്സിൽ തീക്കനൽ പോലെ എരിഞ്ഞുകൊണ്ടിരുന്നു. എൻ്റെ ജനനത്തെക്കുറിച്ച് മാതുലിക അമ്മ എന്തെങ്കിലും ഒളിപ്പിക്കുന്നുണ്ടോ? ഞാൻ ശരിക്കും മാതുലിക അമ്മയുടെ മകളല്ലേ? ആ സംശയം തീർക്കാൻ ആലിയ വേഗത്തിൽ മാതുലികയുടെ അടുത്തേക്ക് പാഞ്ഞു. ആലിയോട് അത്രയും കടുപ്പത്തിൽ പറയേണ്ടിയിരുന്നില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ നീറുന്ന ആ സംശയം മാതുലിക അമ്മയുടെ മകൾ ആലിയാണോ എന്നത്, അത് പുറത്തു കൊണ്ടുവരാൻ ആലിയയുടെ അഹങ്കാരത്തിൽ തന്നെ തട്ടണമായിരുന്നു. അതേസമയം ആലിയയിൽ നിന്നും കാര്യങ്ങൾ അറിഞ്ഞ മാതുലിക ആകെ ഉലഞ്ഞു പോയിരുന്നു. ആലിയ മുറിയിൽ നിന്നും പുറത്തു പോയതും മാതുലിക വാതിൽ ചാരി ഭ്രാന്തമായ ആവേശത്തോടെ മുറിക്കുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. മറഞ്ഞു നിന്ന വൃന്ദ ആ കാഴ്ച കണ്ട് ശ്വാസം അടക്കി പിടിച്ചു. മാതുലിക തൻ്റെ നെഞ്ചിൽ കൈവച്ച് വിറയ്ക്കുന്ന സ്വരത്തിൽ സ്വയം സംസാരിക്കാൻ തുടങ്ങി. വൃന്ദ, അവൾക്ക് എങ്ങനെ ഇത്രയും വലിയൊരു കാര്യം ഊഹിക്കാൻ കഴിഞ്ഞു? അവൾ സത്യങ്ങൾ ഓരോന്നായി മണത്തറിയുകയാണോ? മാതുലികയുടെ കണ്ണുകളിൽ ഭയം നിഴലിച്ചു. അതുകൊണ്ടാണോ അവൾ ഇപ്പൊ ദീപകിനെ ഇത്രയധികം സംരക്ഷിക്കുന്നത്? ഞാൻ എൻ്റെ ജീവൻ പണയം വെച്ച് ഒളിപ്പിച്ച് വെച്ച ആ രഹസ്യം അവൾ കണ്ടുപിടിച്ചു. ദീപക് ആരാണെന്ന് അവൾ മനസ്സിലാക്കി കാണുമോ? നന്ദന്റെ മകനല്ലെന്ന്. ആ വാക്കുകൾ വൃന്ദയുടെ ചെവിയിൽ ചെന്ന് പതിച്ചത് ഒരു വെള്ളിടി പോലെയായിരുന്നു.
സഹോദരനല്ല, നന്ദൻ അച്ഛൻ്റെ മകനല്ലെന്നോ? ആ തിരിച്ചറിവ് അവളിൽ ഒരു പുതിയ ജീവൻ നൽകി. പക്ഷേ ആ സന്തോഷത്തിനൊപ്പം തന്നെ മാതുലികയോടുള്ള കടുത്ത അമർഷം അവളുടെ ഉള്ളിൽ ആളിപ്പടർന്നു. മാതുലിക അമ്മയ്ക്ക് ഈ സത്യം അറിയാമായിരുന്നിട്ടും എന്നെ എന്തിനാണ് ദീപക്കിൽ നിന്നും അകറ്റാൻ ശ്രമിച്ചത്? വൃന്ദയുടെ ചിന്തകൾ കാടുകയറി. ഞാനൊരു മത്സ്യകന്യകയും അവൻ വെറും ഒരു മനുഷ്യനുമായതുകൊണ്ടാണോ? അതോ ഒരു വലിയ ചതിയുടെ ഭാഗമായി ദീപകിനെ കരുവാക്കാൻ വേണ്ടിയോ? ഭർത്താവിനെ സഹോദരനായി കാണേണ്ടി വരുമോ എന്ന പേടി മാറിയെങ്കിലും ദീപകിന്റെ സ്വത്വത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വൃന്ദയെ വല്ലാതെ അസ്വസ്ഥയാക്കി. അപ്പോ ദീപക് യഥാർത്ഥത്തിൽ ആരുടെ മകനാണ്? അവൻ എങ്ങനെ ഈ ചതിക്കുഴികൾക്കിടയിലെത്തി? ലോകം മുഴുവൻ എനിക്കെതിരായാലും വേണ്ടില്ല, ഞാൻ സ്നേഹിക്കുന്ന മനുഷ്യൻ എൻ്റെ അരികിൽ തന്നെ ഉണ്ടല്ലോ. മുറ്റത്ത് ആകെ തകർന്നു നിൽക്കുകയായിരുന്നു ദീപക്. കാണും ദൂരെ അങ്ങ് ചായും തീരം പോലെ വാനിലൊന്നായി തീരും പ്രേമം പോലെ നിന്റെ കാതിൽ ചൊല്ലി തന്നു ഞാനും നീയും ഒന്ന് ചേരാൻ. എവിടെയോ എന്റെ ഉള്ളിലാണതോ തേൻമൊഴി നീ വന്നുമല്ലയോ നിൻ കണ്ണു പോലീ തൂവെന്നിലാകെ നെഞ്ചിലെ നെഞ്ചിലെ ഉള്ളിലെ കൊഞ്ചലായി. വൃന്ദ, എന്തുപറ്റി? എന്തിനാ നീ ഇങ്ങനെ വിറയ്ക്കുന്നേ? എന്റെ സിരകളിൽ ഒഴുകുന്ന രാജരക്തത്തെക്കാളും ഞാൻ നേരിടേണ്ടി വരുന്ന ശാപങ്ങളെക്കാളും ഉപരിയായി ഞാൻ പുണർന്നു നിൽക്കുന്ന ഈ മനുഷ്യൻ എന്റെ പ്രാണനാണ്. മാതുലിക അമ്മ ഒളിപ്പിച്ചു വെച്ച ആ വലിയ ചതിയുടെ തിരശീല ഓരോന്നായി തകർന്നു തുടങ്ങിയിരിക്കുന്നു. തറവാടിന്റെ മുകളിലത്തെ നിലയിലെ ജനാലയ്ക്കിൽ നിന്ന് മാതുലിക ഈ കാഴ്ച കണ്ടു. മാതുലികയുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്റെ ആയുധം എനിക്ക് നേരെ തന്നെ തിരിയുന്നു. വൃന്ദ സത്യങ്ങൾ അറിഞ്ഞാൽ ഈ തറവാട് തന്നെ അവൾ കടലിൽ മുക്കിക്കളയും. ഷിഗാവ തറവാടിന്റെ വലിയ ഹാളിനുള്ളിലെ ബഹളങ്ങളിൽ നിന്നും ദീപകിനെ കൈപിടിച്ച് വൃന്ദ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പുറത്തെ സംഘർഷങ്ങളെക്കാൾ വലിയൊരു യുദ്ധമായിരുന്നു ദീപകിന്റെ മനസ്സിൽ നടന്നിരുന്നത്. മുറിയിലെത്തിയതും വൃന്ദ വാതിലടച്ചു. അവൾ പതുക്കെ ദീപകിന്റെ കൈകളിൽ പിടിച്ചു. ദീപകിന്റെ കണ്ണുകളിൽ നിറഞ്ഞു നിന്നത് 1000 ചോദ്യങ്ങളായിരുന്നു. ദീപക്, എനിക്കറിയാം നിന്റെ ഉള്ളിൽ ഇപ്പൊ എത്ര വലിയൊരു തിരമാലയാണ് അടിക്കുന്നതെന്ന്. ഇതുവരെ നിന്നോട് കാണിച്ച എല്ലാ അകൽച്ചയ്ക്കും നിന്നെ ഞാൻ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ടാവും. എന്തിനായിരുന്നു വൃന്ദ ഇതെല്ലാം? വൃന്ദ അവന്റെ ചുണ്ടിൽ വിരൽ അമർത്തി. എല്ലാത്തിനും ഓരോ കാരണങ്ങളുണ്ട് ദീപക്. അല്ല, നീ എനിക്കിനി ദീപക്കല്ല, എൻ്റെ ആ പഴയ ദീപാണ്. അറിഞ്ഞോ അറിയാതെയോ നീയും ഞാനും വലിയൊരു ചതിയുടെ ഇരകളാണ്. ഇതുവരെ ഞാൻ നിന്നിൽ നിന്നും അകന്നു നിന്നതിന് പിന്നിൽ നിന്റെ ജീവൻ രക്ഷിക്കാനുള്ള ചില നിർബന്ധങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. പക്ഷെ ഇപ്പൊ എനിക്കൊന്നേ പറയാനുള്ളൂ. എനിക്ക് നിന്നെ അത്രമേൽ ഇഷ്ടമാണ് ദീപ്, എൻ്റെ ജീവനേക്കാൾ കൂടുതൽ. ഇനി എന്ത് തടസ്സമുണ്ടായാലും കടൽ പിളർന്നു വന്നാലും ഞാൻ നിന്നെ വിട്ടുപിരിയില്ല. നിന്നെ വേദനിപ്പിച്ചതിനും അകറ്റി നിർത്തിയതിനും എന്നോട് ക്ഷമിക്കണം. വൃന്ദ സങ്കടത്തോടെയും എന്നാൽ ഉറച്ച സ്വരത്തിലും മാപ്പ് പറഞ്ഞു. ദീപകിന് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. വൃന്ദയുടെ വാക്കുകളിലെ ആത്മാർത്ഥതയും അവളുടെ കണ്ണുകളിലെ പ്രണയവും അവനെ ശാന്തനാക്കി. താൻ സ്നേഹിക്കുന്ന പെണ്ണ് തൻ്റെ അരികിലുണ്ടെന്ന ആശ്വാസത്തിൽ അവൻ അവളെ ചേർത്ത് പിടിച്ചു. ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും വൃന്ദ, എൻ്റെ അവസാനം വരെ. പ്രേമം പോലെ നിന്റെ കാതിൽ ചൊല്ലി തന്നു ഇനി നമ്മൾ എന്നും ഇതുപോലെ ഒന്നായിരിക്കും. എവിടെയോ ഈ ബുക്ക് എഴുതിയത് അമ്മയാണോ? അനന്തമത്സിനി, ഞങ്ങൾ വിജയിക്കും.